എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നവരാത്രിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. നവരാത്രി സ്റ്റാർട്ടായല്ലോ അല്ലേ? എല്ലാവരും അതിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഇന്ന് കുറച്ച് നവരാത്രി സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഡിന്നർ വ്ളോഗ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മളെപ്പോഴും ലഞ്ചല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊന്ന് സ്പെഷ്യലായിട്ട് പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഇടുന്നില്ല, കാരണം നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ റെസിപ്പി. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പം അതേ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള പനീർ ടിക്ക മസാലയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഉണ്ടാവും. പിന്നെ ഇന്നിപ്പം നവരാത്രി സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് രാവിലെ സുണ്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചന, മറ്റു നമ്മുടെ ആ വെള്ള ചന ഉണ്ടല്ലോ, അത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾക്കിനി വ്ളോഗിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. വെള്ളച്ചന ഉണ്ടല്ലോ, അപ്പോൾ അതെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ആവശ്യത്തിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ. ഇത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പം നന്നായിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പം ഈ ഒരു ചനയ്ക്ക് പകരം നമ്മൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കടല, സാധാരണ നമ്മുടെ ബ്രൗൺ കടല ഉപയോഗിക്കാം. അതുപോലെ പീനട്ട് ഉണ്ടല്ലോ, നിലക്കടല, അത് ഉപയോഗിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവേ. ഇതിപ്പം തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു സുണ്ടലാണിത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് പിന്നെ നല്ലൊരു വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് വേവിച്ചെടുക്കാം. ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക കുക്കറിൽ തന്നെ. ഒരു 6 വിസിൽ വെച്ചാൽ മതി. 6 അല്ലെങ്കിൽ 5 കുഴപ്പമില്ല. എനിക്ക് കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കഴിയുമ്പോഴേ കഴിക്കാനൊരു ടേസ്റ്റ് ഉള്ളത്, അതുകൊണ്ട് 6 വിസിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പം സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നവരാത്രി സമയത്ത് ഇങ്ങനെ 9 ദിവസം 9 തരത്തിലുള്ള സുണ്ടലുകൾ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഇന്നൊരു ദിവസം ഈ കടലയാണെങ്കിൽ അടുത്ത ദിവസം മറ്റേ നിലക്കടല ആയിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ പട്ടാണി കടല ആയിരിക്കും, അങ്ങനെ. അപ്പം ഇനി നമ്മൾക്കത് വെന്തതിന് ശേഷം കടുക് താളിച്ചെടുക്കണം. കടുകും വറ്റൽമുളകും വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. പിന്നെ ഇതിലോട്ട് നമ്മളങ്ങനെ ഉള്ളി അങ്ങനെയൊന്നും ചേർക്കില്ല. ഇപ്പം ഇത് പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ പൂജിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കാറുള്ളത്. അപ്പം അങ്ങനെ ഇവിടെ നമ്മൾ പൂജയൊന്നും ചെയ്യണില്ല കേട്ടോ. ഞാനിത് റെസിപ്പി ആയിട്ട് ഇടുന്നതേ ഉള്ളൂ. അപ്പം ഇനി കടല വേവിച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, കടലയിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വെള്ളം ഒന്ന് വറ്റണ വരെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ തേങ്ങ ഇടാം ഇതിലോട്ട്. ഞാനൊരു 1/2 കപ്പ് തേങ്ങയാണ് ഇടുന്നത്. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് കൂടുതലൊക്കെ ഇടാം, പ്രശ്നമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ റെഡി ആയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ, നമ്മുടെ കടല സുണ്ടൽ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആട്ടോ. പക്ഷേ ഈ റെസിപ്പി ഭയങ്കര സിമ്പിളാണ്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സുണ്ടലുകളും ചെയ്യേണ്ടത്. പക്ഷേ ടേസ്റ്റ് ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. ഇച്ചിരി എന്ന് വെച്ചാൽ ഒന്നും ഇടില്ല നമ്മൾ, മുളക് പൊടിയോ മസാലപ്പൊടിയോ അങ്ങനെ ഒന്നും ഇടുന്നില്ല. എങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ പ്രസാദമായിട്ടൊക്കെ കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങൾ രാവിലെ ഇതായിരുന്നു അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതേ അടുക്കളയിലാണ് വിക്കിക്കുട്ടൻ്റെ കളിയെ. ഇത് കണ്ടോ, അവൻ ആ ലൈൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചിരിക്കുമായിരുന്നേ. അപ്പം അതൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ലൈൻ ഉണ്ടാക്കിയേക്കുന്നത്. അത് ആപ്പിളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇത്. അപ്പോൾ രാവിലത്തെ സുണ്ടലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയത്തെ ഇപ്പം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് പനീറിൻ്റെ ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ടാണ് പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം എന്താവും, എപ്പോൾ തീരുമെന്നൊന്നും അറിയത്തില്ല. നോക്കാം നമ്മൾക്ക് എപ്പോഴാണ് ഇനി ഉണ്ടാക്കി തീരുക എന്നുള്ളത്. കാരണം ഇപ്പം തന്നെ 3 മണിയായി. പൊറോട്ട ഉണ്ടാക്കണം, അതേപോലെ തന്നെ പനീറിൻ്റെ കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇന്ന് പനീർ ടിക്ക മസാലയാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി പണിയുണ്ട്. മസാലയൊക്കെ പുരട്ടി വയ്ക്കണം, അതിനുശേഷം പിന്നെ അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എന്താവും എന്നറിയത്തില്ല. ഉച്ചക്കലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ഒന്നും നിശ്ചയമില്ല. ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറൊന്നും വെച്ചില്ലേ. അപ്പോൾ എന്തായാലും ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഇങ്ങനെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ അന്ന് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ പൊറോട്ട ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പം
എന്തായാലും ഇന്ന് പൊറോട്ട ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നേരത്തെ ചെയ്ത റെസിപ്പിയാണല്ലോ, അതേപോലെ ആട്ടോ ചെയ്യുന്നത്, വേറെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കുന്ന കാണിക്കാം. അത് വെറൈറ്റി ആയിട്ടുള്ള കറിയാണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. പിന്നെ ഇത് ഞാൻ പുതിന കണ്ടോ അവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ പുതിന. കാരണം പുറത്തൊക്കെ തണുപ്പ് തുടങ്ങി, കുറച്ചൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ ഇതായി പോകാൻ തുടങ്ങിയല്ലോ, വാടി പോകാൻ തുടങ്ങി. അപ്പം പുതിന ഇച്ചിരി നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും അതിനെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾക്കൊന്ന് നോക്കാം, വളർത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളിൽ കൊണ്ട് വെച്ചത്. അപ്പം എന്തായാലും നമ്മൾക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു തൈരുണ്ടല്ലോ അത് കെട്ടി തൂക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് ഒത്തിരി നേരം ഇങ്ങനെ വെക്കണം. ഇതിപ്പം ഓൾറെഡി നമ്മുടെ തൈര് അധികം കട്ടിയുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. കുറച്ച് ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുവാണെങ്കിൽ തലേദിവസം തന്നെ ഇതുപോലെ വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രീം പോലെയുള്ള ഒരു പരുവത്തിലുള്ള ഒരു തൈര് കിട്ടും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഒരു ടിക്ക മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുളകുകളാണ്. മുളകെന്ന് പറയുമ്പം ക്യാപ്സിക്കം ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു മുളക് പോലെ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്താൽ മതി. അതല്ലാതെ ഇപ്പം നമ്മൾ സാധാരണ വലിയ ക്യാപ്സിക്കൊക്കെ അരിയുന്ന പോലെ അങ്ങനെ അത്ര കഷ്ടമല്ല എന്തായാലും. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുളക് എടുത്തേക്കുന്നത്. ഇത് പക്ഷേ ഒരു ഇച്ചിരി മധുരമുള്ള ടൈപ്പ് മുളകാണ്, എന്നാലും പക്ഷേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ടിക്ക ആക്കിയിട്ട് എടുക്കുമ്പം. നമ്മളന്ന് മറ്റേ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നല്ലതായിരുന്നു. ഇനി ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു തക്കാളി എടുക്കുമ്പോൾ നമ്മൾ ഈ ബാംഗ്ലൂർ തക്കാളി ഉണ്ടല്ലോ, കുറച്ച് സ്കിന്നൊക്കെ ഉള്ള ആ ഒരു ടൈപ്പിലുള്ള തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് കളയണം. പിന്നെ നമ്മൾ നാടൻ തക്കാളി എടുക്കുവാണെങ്കിൽ അധികം സ്കിന്നുണ്ടാവില്ല, മൊത്തം ഇത് പോയി കഴിയുമ്പോഴേക്കും തൊലി മാത്രമായിട്ട് പോകും. അല്ലെങ്കിൽ പിന്നെ കുറച്ച് അധികം പഴുക്കാത്ത തരത്തിലുള്ള തക്കാളി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പനീറിൻ്റെ റെസിപ്പീസ് നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട്, 2 തരത്തിലുള്ള പനീറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. പിന്നെ പനീർ മസാല എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഇട്ടത് ശരിക്കും നല്ലതായിട്ട് വ്യൂ ഒക്കെ ഉണ്ട്. അതിനകത്ത് നല്ല പോസിറ്റീവ് റെസ്പോൺസ് നിറയെ വന്നിട്ടുണ്ട്. ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്തും കൂടെ നോക്കണേ. അപ്പോൾ ഇനി ഇതുപോലെ സവാളയും കൂടെ ഇട്ട് ഇങ്ങനെ 4ആക്കി കട്ട് ചെയ്തതിന് ശേഷം അതിനെ അടർത്തി എടുക്കുള്ളൂ അല്ലികളായിട്ട്. അപ്പം അങ്ങനെ ചെയ്യാണ്. പിന്നെ പനീറും അതുപോലെ സ്ക്വയർ ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മുടെ ആ കെട്ടി വെച്ചിട്ടുള്ള തൈരുണ്ടല്ലോ അത് നമ്മൾ പാത്രത്തിലോട്ടാക്കുക. അതിനുശേഷം ഇതിലോട്ട് ഉപ്പ് അതുപോലെ ബാക്കിയുള്ള പൊടികളൊക്കെ ഇടണേ. അപ്പം ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ ജീരകത്തിൻ്റെ പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെന്താ മസാലപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല, പിന്നെ കുരുമുളകിൻ്റെ പൊടി, അങ്ങനെ ഉള്ള എല്ലാ പൊടികളും ഇടുന്നുണ്ട് ശരിക്കും പറയുവാണെങ്കിൽ. പിന്നെ ഞാൻ മറ്റേ ശരിക്കും ടിക്ക മാത്രമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗ്രിൽ ചിക്കൻ ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ. അപ്പോൾ ആ ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാവേ. അത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു, ചിക്കനൊക്കെ നന്നായിട്ട് പറ്റിയ ഒരു ഇതായിരുന്നേ. അപ്പോൾ ഇവിടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കും പനീറും ഉള്ളിയും എല്ലാം കൂടെ ഇതിലോട്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിലോട്ട് മസാലയൊക്കെ തടവി വയ്ക്കാം. ഇനി ഇതെല്ലാം തടവിന് ശേഷം നമ്മൾക്ക് കുറച്ച് നേരം വെക്കണം. എത്രയും കൂടുതൽ വെക്കാൻ പറ്റുമോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ടിക്കയ്ക്ക്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അതിലോട്ട് ഒരു 2-3 ഗ്രാമ്പൂ ഇടുക, പിന്നെ ഒരു 2 ഏലക്ക ഇടുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ 2 കഷ്ണം പട്ടയും കൂടെ ഇടുന്നുണ്ട്. വളരെ ചെറുതായി ഇടുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഇതിലോട്ട് നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഉണ്ടല്ലോ, സവാള, അത് ചേർക്കണം. ഞാനിപ്പം ഒരു 1.5 സവാളയാണ് ചേർക്കുന്നത്. വലിയ ഒരു സവാളയും പിന്നെ ഒരു ചെറിയൊരു സവാളയുടെ പകുതിയും കൂടെ ഇട്ടാണ്.
അപ്പോൾ ഏറ്റവും പൊടി പൊടിയായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നല്ലതാണ്. നമുക്ക് അത്രയും നല്ല കറിക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടും, കാണുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർക്കുക, പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മറ്റേ പട്ടയും അതൊക്കെ ഇട്ടതാണ്, അതുകൊണ്ട് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ആ പച്ചമണമൊക്കെ പൊടികളുടെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ തക്കാളിയുടെ പേസ്റ്റ് ചേർക്കുന്നത്. ഇതിവിടെ നേരത്തെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പേസ്റ്റ് ചേർക്കുന്നത്, വെറും തക്കാളിയുടെ പേസ്റ്റാണ്. അപ്പോൾ ഞാനിത് മറ്റേ പനീറിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തക്കാളീനെ വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഇതായിരിക്കും നമ്മുടെ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്താലും മതി, ഈ ഒരു പേസ്റ്റ് ഇല്ലെന്ന് വെച്ചാൽ. അപ്പോൾ ഇനി ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടെ. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആദ്യം ഒന്ന് ഒഴിക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾക്കൊന്ന് കുറുക്കി എടുക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുക. കാരണം ഇതിപ്പം തക്കാളി ഇപ്പം ഇച്ചിരി ആയിട്ട് നമുക്ക് ആദ്യം തോന്നുള്ളൂ, പക്ഷെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച്, പിന്നെ ഞാനിപ്പം ഉപ്പ് ഇച്ചിരി കുറവുള്ളതുകൊണ്ട് തക്കാളി നല്ല പുളിയുള്ളതായിരുന്നേ തക്കാളിയുടെ പേസ്റ്റ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. അപ്പോൾ അതുവരെ മറ്റേ സ്റ്റൗവിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്കിനി നമ്മുടെ ഈ ഒരു ടിക്കയൊക്കെ ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദോശ പാനിലാണ് വറുത്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് സ്ക്യൂവറിലൊക്കെ കുത്തിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ വറുത്തെടുക്കുകയൊക്കെ ചെയ്യാം നമ്മൾക്ക്. പക്ഷെ ഇപ്പോൾ ഒട്ടും സമയമില്ല, എല്ലാവരും വിശന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇങ്ങനെയാണ് വറുത്തെടുക്കുന്നത്. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ. പക്ഷെ ഒരുപാട് എണ്ണയിലിട്ട് വറുത്തെടുക്കരുത്. നമ്മൾ ഇച്ചിരി എണ്ണ ഇങ്ങനെ ദോശക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് രണ്ട് സൈഡും മറിച്ചിട്ടാൽ മതി. അപ്പോൾ അതേ ആ സമയം കൊണ്ട് അവിടെ അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കില്ലേ, ഈ പനീറിൻ്റെയൊക്കെ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും നല്ലോണം എണ്ണ തെളിഞ്ഞു വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. അപ്പം ഞാനത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് തോന്നി മസാല, അതുകൊണ്ട് എടുത്ത് വെക്കുകയാണ് കുറച്ച്. കാരണം തക്കാളി പേസ്റ്റ് ഇടുന്ന സമയത്ത് കുറച്ചേ ഉണ്ടായിരുന്നല്ലേ, പക്ഷേ വന്ന് മസാല ഉണ്ടാക്കിയപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും ഒത്തിരി കൂടിപ്പോയ പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചാണ്. അത് നമ്മൾക്കിനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇനി അത് രണ്ട് സൈഡും ഫ്രൈ ആയതിനു ശേഷം വീണ്ടും ഒരു ബാച്ച് കൂടെ ഇടുകയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ. ഇനി നമ്മുടെ ആ തൈരിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ, ആ പേസ്റ്റ് മസാല, നമ്മൾ ഈ സംഭവങ്ങളൊക്കെ പനീറും ഒക്കെ ഇട്ടതിന് ശേഷം എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് ആ തക്കാളിയിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ രണ്ട് അടുപ്പിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ സമയം വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇത് എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും ഇനി വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത് നമ്മുടെ ഗ്രേവി എത്ര തിക്കായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഈ പനീറൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചതും ഇതിലോട്ട് ചേർക്കുക. പിന്നെ നമ്മൾക്ക് ഈ ഫ്രൈ ചെയ്തതിൻ്റെ ഇച്ചിരി എണ്ണയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഇതിലോട്ട് ഒഴിക്കാവേ. എന്നാലേ കുറച്ച് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ ആ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കണം അവസാനമായിട്ട്. എന്നുവെച്ചാൽ ഇതിനകത്തുള്ള എണ്ണ തന്നെ മതി, എക്സ്ട്രാ ആയിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഉണ്ടാവുമല്ലോ നമ്മൾ വറുത്ത ആ ഒരു പാനിൽ. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മുടെ എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ ഇടുന്ന പോലെ മേത്തിയുടെ ഇല ഉണ്ടല്ലോ, കസ്തൂരി മേത്തി, അതിടുക. അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഇപ്പം തന്നെ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നവരെ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു കറിക്ക് ശരിക്കുള്ള ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ശരിക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ശരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നേ. നമുക്ക് ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടത്തെയൊക്കെ കിട്ടുന്ന ഹോട്ടലിനേക്കാളും നല്ല ടേസ്റ്റി തന്നെ ആയിരുന്നേ ഈ ഒരു എന്താ പറയുന്നത് പനീർ ടിക്ക മസാല എന്ന് പറയുന്നത്.
നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഒരുപാട് വെള്ളം പോലെയൊന്നും ഈ കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഉണ്ടാക്കുമ്പം കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാക്കുക. എന്നുവെച്ചാൽ ഈ ഒരു പരുവത്തിൽ നമ്മൾക്ക് എന്തായാലും പൊറോട്ടയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അല്ലേ കഴിക്കുക. അപ്പം ഈ ഒരു പരുവമാണ് ശരിക്കും നല്ലൊരു പരുവം എന്ന് പറയണത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം പറയണേ. ശരിക്കും നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ അതേപോലെ ഉണ്ടാക്കിയാൽ മതി എല്ലാവരും. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ആ തക്കാളി വഴറ്റുന്ന സമയത്ത് എണ്ണ തെളിയുന്ന ആ ഒരു ഇടം വരെ നമ്മൾ വഴറ്റണം, അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് എല്ലാ മസാലകളിലും. അപ്പോൾ ഇതേ സമയം 5:40 എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ വിക്കിക്ക് വേഗം ആദ്യം തന്നെ കൊടുത്തതാണ്, അവന് ഇച്ചിരി വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതേ പൊറോട്ടയൊക്കെ ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. ശരിക്കും കൈവച്ച് അടിക്കാൻ പറ്റണില്ല, ഭയങ്കര ചൂടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചതച്ചെടുക്കുക 2 കൈയും വെച്ച്. അപ്പം അതെ നമ്മുടെ ലഞ്ച് പോയിട്ട് ഡിന്നറായി. ശരിക്കും 5:40 എന്ന് പറയുമ്പോൾ 6 മണി കഴിഞ്ഞു. അപ്പം 6 മണിക്കാണ് ഭക്ഷണം കഴിച്ചത്. പൊറോട്ടയുടെ കൂടെ ശരിക്കും നല്ല ടേസ്റ്റാണ് ഇത്. അതേപോലെ തന്നെ നാനിൻ്റെ കൂടെയും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ്, പക്ഷെ ഗോതമ്പ് മാവായതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമല്ല. അപ്പം നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ടയേർഡായിട്ടിരിക്കുകയാണ്. ഇപ്പം സമയം 7:30 ആയി. സമയം 7:05 ആയി. 7:30 ആയി. അപ്പം ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഉച്ചയ്ക്കുള്ള തുടങ്ങിയിട്ട് ഇപ്പൊ കഴിഞ്ഞ പുറത്ത് ഇനിയിപ്പൊ ഡിന്നറിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉച്ചക്കലത്തെ ലഞ്ച് പോയിട്ട് ഡിന്നറായി. എല്ലാം ഡിന്നർ കേട്ടു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം എഡിറ്റിംഗ് ആണ്. കുറച്ചു നേരം ഭക്ഷണമൊക്കെ കഴിച്ചങ്ങ് ക്ഷീണമായിട്ട് അങ്ങ് എല്ലാവരും കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ചിരിക്കുവാണ്. അപ്പം എഡിറ്റിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഡിന്നറും ലഞ്ചും എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുക, അത്രേ ഉള്ളൂ. വിക്കിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കണം അല്ലേ വിക്കിക്കൂട്ടെ? അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. കുഞ്ഞു വ്ളോഗായിരുന്നു, പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാനും മറക്കരുത്. അപ്പം നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും bye. Thank you for watching. Don't forget to subscribe and click the like button. Bye. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.